അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ മഹത്വമേറിയതായ ഈ ഒരു മാസം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വലിയ സന്തോഷവാന്മാരാണ്. ആ ഹബീബിനെ പറ്റി പാടാനും പറയാനും സന്തോഷിക്കാനും അവിടുത്തെ മദ്ഹ് പറയാനൊക്കെ നമുക്ക് തൗഫീഖ് കിട്ടി എന്നുള്ളത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നമ്മളെ മക്കൾക്ക്, നമ്മളെ കുടുംബത്തിനൊക്കെ നാം പറഞ്ഞു കൊടുക്കണം. ആദ്യമായി ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടതും അത് തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ് ആദ്യം ഒരു കുട്ടിക്ക് പഠിപ്പിക്കേണ്ടത്, വേറൊന്നുമല്ല. അതാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് മഹാനവർകൾ ഫത്വൽ മൊയ്ൻ എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവലുമായി യജിബു അലൽ ആബാഇ വൽ ഉമ്മഹാത്തി തഅലീമുഹും അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലുദ ബി മക്ക വ മാത ബി മദീന വ ദുഫിന ബിഹാ. ഇതാണ് ഒരു കുട്ടിയെ ആദ്യം പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളെ മക്കളൊക്കെ മദ്രസയിൽ നമ്മൾ കൊണ്ടുപോയാലാക്കിയാൽ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം അങ്ങനെ ഒരാഴ്ചയോളം നമ്മളെ കുട്ടികളെ കൊണ്ട് നമ്മൾ ചോദിക്കാൻ എന്താന്ന് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും, ഇന്ന് ഉസ്താദ് പഠിപ്പിച്ചൊരു പാട്ടാണ്. എന്താ പാട്ട്? നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്തു മുഹമ്മദ് സ്വല്ലല്ലാഹ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയുടെ ഉപ്പ അബ്ദുള്ള, നബിയുടെ ഉമ്മ ആമി നബി. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. ഈ പാട്ടായിരിക്കും നമ്മളെ കുട്ടികൾ പറഞ്ഞുതരാം, പാടിത്തരാം. അതാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതും. മദ്രസയിൽ നിന്ന് ഉസ്താദന്മാരെ ആദ്യം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു സംഭവമാണ് ആദ്യം ഒരു കുട്ടിയുടെ മനസ്സിൽ നമ്മൾ കുത്തിവെക്കേണ്ടത്. ഹബീബിനെ പറ്റി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നമ്മളെ കുട്ടികൾ ശരിക്കും അങ്ങ് അറിഞ്ഞാൽ അവർ നന്നാവും, അവർ നല്ല മക്കളായി വരും. ആ ഹബീബിനെ മഹബത്ത് വെക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായിക്കൊണ്ട് അവർ മാറും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ മദ്രസയിലേക്ക് കൊണ്ടുപോയി ചേർത്തുന്നതിന് മുമ്പ് അതിന്റെ മുമ്പ് തന്നെ നമ്മൾ പലയിടത്തും കൊണ്ടുപോയേക്കാറുണ്ട്. അതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ അതിനൊക്കെ മുമ്പ് നമ്മൾ ഈ ഒരു സംഭവം നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്റെ നേതാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നും ആ നബിയെ പറ്റി ശരിക്കും നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു നമ്മളെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിലാക്കി തിരുമാറാവട്ടെ. ഹബീബിനെ അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളായ മക്കളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ മക്കളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.